ബാബർ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വാദപ്രതിവാദങ്ങളുടെ അകമ്പടിയോടെ മാത്രം ഉയർന്നു കേൾക്കുന്ന ഒരു നാമം. ബാബറിൻ്റെ അധിനിവേശങ്ങളുടെയും വൈദേശിക ജന്മത്തിൻ്റെയും സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെയും ചരിത്രങ്ങൾ മുന്നിൽ വച്ച് അപരവൽക്കരണത്തിൻ്റെ സിദ്ധാന്തങ്ങൾ രചിക്കപ്പെടുന്ന ഈ കാലത്ത് ഇതേ ബാബറിൻ്റെ ജന്മദേശം തന്നെ കാൽ കീഴിലാക്കിയ ഒരു ഇന്ത്യൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിൻ്റെ മഹത്തായ രാജവംശത്തിൻ്റെയും സാമ്രാജ്യ വികസനത്തിൻ്റെയും നാൾവഴികളിലേക്ക് നമുക്കൊന്ന് ഇരിക്കാം. ആര്യന്മാരുടെ പിൻതലമുറക്കാരായ ഇന്തോ യൂറോപ്യൻ നാടോടി സമൂഹങ്ങളിൽ ഉൾപ്പെട്ട ടൊക്കാരിൻ എന്ന് പാശ്ചാത്യരും തുഷാരന്മാർ എന്ന് പൗരസ്ത്യരും വിളിച്ചു വന്ന ഒരു ജനവിഭാഗം ഇന്നത്തെ ഉത്തര പടിഞ്ഞാറ് ചൈനയുടെ സിൻജാങ്, ഗ്യാൻഷു മേഖലകളെ അധിവാസത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു. 5 ഉന്നത ഗോത്രങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ച് അവിടങ്ങളിലെ സമതലങ്ങളിൽ ആധിപത്യം പുലർത്തിയ അവരെ യൂഷി എന്നാണ് ചൈനീസ് ചരിത്രക്കുറിപ്പുകളിൽ അഭിസംബോധന ചെയ്തു വന്നിരുന്നത്. ആ മേഖലകളിൽ ഉണ്ടായിരുന്ന മറ്റു ചൈനീസ് ഗോത്ര കൂട്ടായ്മകളുമായി ആദ്യകാലങ്ങളിൽ നല്ല ബന്ധത്തിലായിരുന്നു ഇവരെങ്കിലും പതിയെ ഗോത്രവികാസത്തിനു വേണ്ടിയുള്ള പടയോട്ടങ്ങളിൽ ഏർപ്പെടാൻ ആരംഭിക്കുകയും നിരന്തരമായി മറ്റു ഗോത്രവർഗ കൂട്ടായ്മകളുമായി സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും ഒടുവിൽ പിൽക്കാലത്ത് ഷിയോങ്ങു എന്ന ചൈനീസ് രാജവംശത്തിൻ്റെ സ്ഥാപകരായ പ്രബല ചൈനീസ് ഗോത്ര കൂട്ടായ്മയായ ഷിയോങ്ങുകളുമായി ഉള്ള യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയും അവരുടെ ഗോത്ര തലവനെ ഷിയോങ്ങുകൾ പിടികൂടി ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ ചൈനീസ് സമതലങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരായ യൂഷികളിലെ ഒരു ഗോത്രം അന്നത്തെ ഗ്രീക്ക് ഹെലനിക് സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലുള്ള ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയായ ബാക്ട്രിയ എന്ന പ്രദേശത്ത് അധിവാസം ഉറപ്പിച്ചു. ഗോത്ര കൂട്ടായ്മയിൽ നിന്നും ഒറ്റ തിരിഞ്ഞ് സ്വന്തം അസ്തിത്വം കെട്ടിപ്പടുത്ത ആ യുഷി വംശം അറിയപ്പെട്ടത് കുഷാനന്മാർ എന്നായിരുന്നു. പിൽക്കാലത്ത് മഹത്തായ സാമ്രാജ്യമായി മാറി ബാബറിൻ്റെ ജന്മദേശം വരെ വ്യാപിച്ച കുഷാൻ രാജവംശത്തിൻ്റെ അടിസ്ഥാന ശിലയായിരുന്നു അന്ന് ബാക്ട്രിയയിൽ സ്ഥാപിതമായത്. ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, മധ്യേഷ്യ എന്നീ രാജ്യങ്ങളിലെല്ലാം പല കാലഘട്ടങ്ങളിലായി വ്യാപിക്കപ്പെട്ട ഈ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ വംശീയ വേരുകളെപ്പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ പ്രതിപാദനങ്ങൾ ചൈനീസ് ചരിത്ര ഗ്രന്ഥങ്ങളിലാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ അതിലുള്ള വിവരണങ്ങൾക്ക് ഒരു ചൈനീസ് ചായ്വ് പ്രത്യക്ഷമായിരുന്നതാണ്. കണ്ടെടുത്ത രാജാക്കന്മാരുടെ ചിത്രങ്ങളും അവ കൊത്തിയ നാണയങ്ങളും സ്തൂപങ്ങളും അവരുടെ ആഭരണങ്ങളും അതിലുപരി വിശ്വാസ സംഹിതകളും അവരെ ഒരു ഇന്ത്യൻ വംശീയ പാരമ്പര്യത്തിലുള്ള രാജവംശമായി കണക്കാക്കാനുള്ള മകുടോദാഹരണങ്ങളായി നിലനിൽക്കുന്നു. പ്രബലമായ ചരിത്ര സാമൂഹിക ഗവേഷണങ്ങളും കുഷാനന്മാർ ഒരു ഇന്ത്യൻ രാജ്യവംശമാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്താബ്ദം 30 കുഷാൻ രാജവംശത്തിൻ്റെ ആദ്യ രാജാവായി അറിയപ്പെടുന്ന കുചല കഡ്ഫിസസ് അന്ന് ദുർബലമായി കൊണ്ടിരുന്ന ഹെലനിക് രാജ്യത്തിൻ്റെ കിഴക്ക് വശത്തുള്ള മേഖലകൾ വെട്ടിപ്പിടിക്കാൻ ആരംഭിച്ചത്. കുഷാനന്മാർ സ്വാധീന പ്രദേശങ്ങൾ അതിർത്തികളിലൂടെ മെല്ലെ വികാസം പ്രാപിച്ചപ്പോൾ മറ്റു യുഷി കൂട്ടായ്മകളിലെ മറ്റു ഗോത്രങ്ങളും കുഷാൻ ഗോത്രത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കാൻ തയ്യാറാവുകയും കുജുലയെ തങ്ങളുടെ രാജാവായി അവരോധിക്കുകയും ചെയ്തു. യുഷി ഗോത്രങ്ങളുടെ ഈ പുനരാഗമനം അവരുടെ സൈനിക ശക്തിയെ വർദ്ധിപ്പിക്കുകയും സാമ്രാജ്യ വികസനം വളരെ വേഗത്തിലാവുകയും ചെയ്തു. കുജുല നയിച്ച ഒരു സേന ചൈനീസ് അതിർത്തിയിൽ എത്തുകയും യുഷി ഗോത്രങ്ങളുടെ പലായനത്തിന് കാരണക്കാരായ 4 ഷിയോങ് നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. തുടർന്ന്
അവർ ഇന്തോ പാർത്തിയൻ സാമ്രാജ്യത്തിനെതിരെ തിരികെയും ഗാഫു അഥവാ ഇന്നത്തെ കാബൂൾ പ്രദേശം പിടിച്ചെടുത്തു. അതോടെ ഒറ്റപ്പെട്ട ഇന്നത്തെ പഷ്തൂൺ മേഖലയിലെ പാക്തിയ, ജിബിൻ എന്നീ സ്വതന്ത്ര രാജ്യങ്ങളെ പൂർണ്ണമായും കീഴടക്കി. കബീഷ, കാന്താരം എന്നീ പ്രധാനപ്പെട്ട നഗരങ്ങൾ കുഷാനന്മാർ കീഴിലാക്കി. AD 30 മുതൽ AD 80 വരെ നീണ്ടുനിന്ന കുജുലയുടെ ഭരണം 82-ാം വയസ്സിൽ മരണം വരെ തുടർന്നു. ശക്തമായ അടിത്തറ കുഷാൻ രാജവംശത്തിന് നൽകിയാണ് കുജില വിടവാങ്ങിയത്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ സദിഷ്ഖന കുഷാൻ സിംഹാസനത്തിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തു. സദിഷ്ഖന തൻ്റെ സാമ്രാജ്യത്തെ ഹിന്ദു കുഷ് പർവ്വത നിരകൾക്കപ്പുറം അന്ന് ടിയാൻസു എന്നറിയപ്പെട്ട ഇന്നത്തെ പാകിസ്ഥാനും ഇന്ത്യയിലെ പഞ്ചാബും കാശ്മീരും ചേരുന്ന ഉപഭൂഖണ്ഡത്തിലെ ഉത്തര പടിഞ്ഞാറൻ ഭാഗം വരെ വ്യാപിപ്പിച്ചു. ഇതിനിടയിൽ ചൈനയിൽ ശക്തി പ്രാപിച്ച ഹാൻ രാജവംശവുമായി ഇടഞ്ഞ കുഷാന്മാർ 70,000 സൈനികരടങ്ങുന്ന ഒരു പടയെ അങ്ങോട്ട് അയച്ചെങ്കിലും ബോ ചാവയുടെ നേതൃത്വത്തിലുള്ള ഹാൻ സൈന്യത്തിന് മുമ്പിൽ പരാജയപ്പെടുകയും അവരുടെ പ്രദേശങ്ങൾ നിലനിർത്താൻ കപ്പം നൽകാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഇതിനുശേഷം കുഷാനന്മാർ പിന്നീടുള്ള ചൈനീസ് രാജവംശങ്ങളുമായി ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനും സൗഹൃദം കാത്തു സൂക്ഷിക്കാനും വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം കനിഷ്ക ദ ഗ്രേറ്റിൻ്റെ കാലം വരെ ഇത് തുടർന്നു പോവുകയും ചെയ്തു. എന്നിരുന്നാലും കിഴക്കോട്ടുള്ള വ്യാപനത്തിൽ സതനിഷ്ക വിജയിക്കുക തന്നെ ചെയ്തു. അവിടങ്ങളിൽ പുതിയ ജനറൽമാരെ നിയമിച്ച് പുതിയ ഒരു ഭരണ സംവിധാനം നിലനിർത്തി അവ നടത്തിപ്പോരുകയും ചെയ്തു. സതിഷ്ഖനയുടെ വിടവാങ്ങലിന് ശേഷം അധികാരത്തിലെത്തിയ വിമ ഒന്നാമൻ സാമ്രാജ്യ വ്യാപനത്തിന് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. അതിനു പകരം നിലവിലുള്ള ഭൂപ്രദേശങ്ങളിൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചു പോന്നിരുന്നത്. പാർത്തിയന്മാർ പടിഞ്ഞാറ് ഒരു ശക്തിയായി കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. ഹൈന്ദവ വിശ്വാസധാരയിലെ ശൈവമത വിശ്വാസികളായിരുന്നു ആദ്യ 3 കുഷാൻ രാജാക്കന്മാർ. ആദ്യമായി സുവർണ നാണയങ്ങൾ വിനിമയത്തിന് ഉപഭൂഖണ്ഡത്തിൽ പരിചയപ്പെടുത്തിയത് 1-ാം കുഷാൻ രാജാവായ കുജുലയായിരുന്നു. ഇന്ന് ബാക്ട്രിയൻ മേഖലകളിൽ ഗവേഷണം നടത്തിയ പല കോട്ടകളും ഇവരുടെ മഹത്തായ സംഭാവനകളുമായിരുന്നു. വിമ ഒന്നാമൻ്റെ കാലത്ത് സ്വർണത്തിൻ്റെ പുറമെ വെള്ളിയുടെയും ചെമ്പിൻ്റെയും നാണയങ്ങളും പുറത്തിറക്കുകയും വ്യാപാരങ്ങളും വ്യവസായങ്ങളും കലകളും വാസ്തുശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സൈനിക മുന്നേറ്റങ്ങൾ ഇല്ലാതെ അങ്ങനെ വിമ ഒന്നാമൻ്റെ കാലഘട്ടം കടന്നുപോയി. ഒരു സാമ്രാജ്യം അതിൻ്റെ അതിർത്തി വ്യാപിപ്പിക്കാതിരിക്കുന്നത് ആ സാമ്രാജ്യത്തിൻ്റെ ക്ഷയോന്മുഖതയുടെ ആരംഭമായിട്ടാണ് അക്കാലത്ത് ആളുകൾ കണ്ടുപോന്നിരുന്നത്. അതിനാൽ കുഷാനന്മാർ ദുർബലരായി എന്ന തോന്നൽ ആ മേഖലയിൽ പടർന്നു തുടങ്ങിയിരുന്നു. എന്നാൽ കുഷാനന്മാരുടെ യഥാർത്ഥ പടയോട്ടവും യഥാർത്ഥ ചക്രവർത്തിയും പിറവിക്കൊള്ളാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ AD 78 കുഷാനന്മാരുടെ 4ാമത്തെ ചക്രവർത്തിയായി പിൽക്കാലത്ത് കനിഷ്ക ദ ഗ്രേറ്റ് എന്ന് വാഴ്ത്തപ്പെട്ട കനിഷ്ക ഒന്നാമൻ ഇന്നത്തെ കാശ്മീരിൽ ജനിക്കുന്നത്. പിതാവിനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ വ്യക്തമായ സൂചനകളില്ലെങ്കിലും ആദ്യ കുഷാൻ രാജാവായ കുജിലയുടെ നേരിട്ടുള്ള പരമ്പരയിലാണ് വിമ ഒന്നാമൻ്റെ മകനായിയാണ് ജനനമെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. AD 127 വിമ ഒന്നാമൻ്റെ വിയോഗശേഷം ചക്രവർത്തി പദം ഏറ്റെടുത്ത കനിഷ്ക എന്നാൽ തൻ്റെ പിതാവിന് പകരം തൻ്റെ പിതാമഹൻ്റെ സാമ്രാജ്യത്വ നയമാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. അലസതയിലാണ്ടുപോയ കുഷാൻ സൈന്യത്തെ അദ്ദേഹം ശക്തമായി പുനഃസംഘടിപ്പിച്ചു. ഇന്നത്തെ പെഷവാർ അഥവാ അന്നത്തെ പുരസ്പുര തലസ്ഥാനമാക്കി ഭരണം ആരംഭിച്ച അദ്ദേഹം തൻ്റെ പടയോട്ടം കിഴക്കിലേക്ക് വ്യാപിപ്പിക്കുകയും ഇന്നത്തെ പാട്ടലിപുത്ര, മധുര എന്നിവ ഉൾപ്പെടെയുള്ള ഗംഗാ സമതല പ്രദേശങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർത്തു. ചില ചരിത്ര ശേഷിപ്പുകൾ അനുസരിച്ച് ഇന്നത്തെ ബംഗാളിൻ്റെ ചില ഭാഗങ്ങളിൽ പോലും കനിഷ്ക ഭരണത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഏകദേശം കാശ്മീർ ഉൾപ്പെടെ ഉത്തരേന്ത്യ മുഴുവൻ കീഴടക്കിയ കനിഷ്ക അദ്ദേഹത്തിൻ്റെ 2ാമത്തെ തലസ്ഥാനമാക്കി
ഇന്നത്തെ ഉത്തർപ്രദേശിലെ മധുരയെ മാറ്റുകയും ചെയ്തു. എന്നാൽ കിഴക്കിലേക്കുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് കുഷാൻ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ കനിഷ്കനെ കാത്ത് ഒരു ഭീഷണി ഉയർന്നു വന്നിരുന്നു. അതായിരുന്നു പുരാതന ഇറാനിലെ രാഷ്ട്രീയവും സാമൂഹികവുമായി ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന അർസാസിഡ് അല്ലെങ്കിൽ പാർത്തിയൻ സാമ്രാജ്യം. ഭൂമി വിസ്താരം കൊണ്ടും സൈനിക ബലത്തിലും കുഷാൻ സാമ്രാജ്യത്തെക്കാൾ ബൃഹത്തായിരുന്നു ഒലോഗാക്കസ് മൂന്നാമൻ നേതൃത്വം നൽകിയിരുന്ന പാർത്തിയൻ സാമ്രാജ്യം. പാർത്തിയന്മാർ ദുർബലമായ സാഹചര്യത്തിൽ ആദ്യത്തെ 2 കുഷാൻ രാജാക്കന്മാർ പിടിച്ചെടുത്ത ചില ഭൂപ്രദേശങ്ങൾ ഒഴികെ പിന്നീട് അങ്ങോട്ടൊരു അധിനിവേശത്തിന് കുഷാന്മാർ മുതിർന്നിരുന്നില്ല. കൂടുതലും കിഴക്ക് ദുർബലമായ പ്രദേശങ്ങൾ കീഴടക്കുന്നതിലായിരുന്നു അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇതുതന്നെയായിരുന്നു കനിഷ്കനും പിന്തുടർന്നു പോന്നിരുന്നത്. അതിനാൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ മികച്ച കോട്ടകളും ദുർഗങ്ങളും പണിത് പ്രതിരോധം വർദ്ധിപ്പിക്കുവാൻ മാത്രമായിരുന്നു കനിഷ്കനും ശ്രമിച്ചു പോന്നിരുന്നത്. ഭാരതീയന്മാരെ പ്രകോപിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ കിഴക്കിൻ്റെ പടയോട്ടങ്ങൾക്ക് ശേഷം ആ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാം എന്ന തന്ത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ മുൻ കാലഘട്ടങ്ങളിൽ തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഏത് വിധേനയും തിരിച്ചു പിടിക്കാനും കുഷാൻ എന്ന കിഴക്കിൻ്റെ ഭീഷണി എന്നേക്കുമായി ഇല്ലാതാക്കാനും പാർഥിയന്മാർ തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. AD 130 ഒലോഗോക്കസ് മൂന്നാമൻ നേരിട്ട് പട നയിച്ച അശ്വാരൂഢരായ പോരാളികളും ലോഹകവചിതരായ കാലാൾപ്പടയും കുന്തപ്പടയും വില്ലാളികളും എല്ലാ വലിയ സന്നാഹങ്ങളും അടങ്ങുന്ന 12 ലക്ഷത്തോളം വരുന്ന വമ്പൻ സൈന്യം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കനിഷ്കന്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു കയറി ആക്രമണം അഴിച്ചുവിട്ടു. ആ സമയം മധുരയിലായിരുന്ന കനിഷ്കൻ ഉടൻ തന്നെ തൻ്റെ സൈന്യത്തെ സജ്ജമാക്കി പാർഥിയന്മാരെ നേരിടാൻ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് കുതിച്ചു. ദുർബലമായ സൈനിക സാന്നിധ്യമുണ്ടായിരുന്ന കുഷാൻ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ വളരെ വേഗം മുന്നേറിയ പാർഥിയന്മാർ അവർക്ക് മുൻപ് നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുകയും അതിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ട് നിർത്താതെ വീണ്ടും കിഴക്കോട്ട് സഞ്ചരിച്ച പാർഥിയൻ സേനയെ ബാക്ട്രിയൻ സമതലത്തിൽ വെച്ച് 8 ലക്ഷം വരുന്ന കനിഷ്കന്റെ പട തടഞ്ഞു നിർത്തി. എണ്ണത്തിൽ കുറവാണെങ്കിലും ഒരു വലിയ പടയോട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന കുഷാൻ സേന അപ്പോഴേ വലിയ യുദ്ധവീരന്മാരായി കഴിഞ്ഞിരുന്നു. കനിഷ്കന്റെ നേതൃത്വം കൂടിയായപ്പോൾ പാർഥിയന്മാരെ അവർ വളരെയേറെ വേഗത്തിൽ പിറകോട്ടടിച്ചു. എന്നാൽ തോൽവികളൊന്നും യുദ്ധം നിർത്താൻ പാർഥിയന്മാർക്ക് തടസ്സമായിരുന്നില്ല. അവർ അവരുടെ പോരാട്ടം തുടരുകയും 9 ലക്ഷത്തോളം പാർഥിയൻ പടയാളികളെ അവർക്ക് നഷ്ടപ്പെട്ട് യുദ്ധത്തിൽ അവർ അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു. മാസങ്ങളോളമാണ് ഈ യുദ്ധം നിലനിന്നത്. കനിഷ്കൻ അവസാനം വിജയിക്കുകയും പാർഥിയൻ സാമ്രാജ്യം പാടെ തകരുകയും കുഷാൻ സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടി പാർഥിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ താജിക്കിസ്ഥാൻ, ബാബറിൻ്റെ ജന്മദേശമായ ഉസ്ബെക്കിസ്ഥാൻ, ദക്ഷിണ ഇറാൻ എന്നിവ കുഷാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. എന്നാൽ ഈ രക്തരൂഷിതമായ സാമ്രാജ്യത്വ പോരാട്ടം മറ്റൊരു കലിംഗ യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് കനിഷ്കനെ സൃഷ്ടിച്ചത്. കുന്നുകൂടി കിടക്കുന്ന ശവശരീരങ്ങളും പരിക്കേറ്റവരുടെ ദയനീയമായ അവസ്ഥകളും അദ്ദേഹത്തിൽ പാശ്ചാത്യാപം ഉളവാക്കി. മനസമാധാനത്തിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയും അവസാനം അത് ചെന്നെത്തിയത് ബുദ്ധ മത ദർശനത്തിൻ്റെ ചിറകിൻ കീഴിലാണ്. അങ്ങനെ അന്നു മുതൽ പിൽക്കാലത്തേക്ക് 2ാമത്തെ അശോകൻ എന്ന പേരിലാണ് കനിഷ്കൻ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് ബുദ്ധമതത്തിൻ്റെ രക്ഷാധികാരിയായി മാറിയ അദ്ദേഹം ആ കാലഘട്ടത്തിൽ 2ആയി പിളർന്ന ബുദ്ധ ദർശനത്തിൻ്റെ മഹായാന വിഭാഗത്തിൻ്റെ വക്താവുകയും അത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തു. മധ്യേഷ്യയിലും ഹിന്ദുകുഷ് മേഖലകളിലും ചൈനയിലും മഹായാന ബൗദ്ധ ദർശനത്തിൻ്റെ വളർച്ചയുടെ ശില്പി കനിഷ്കനായിരുന്നു. എന്നാൽ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം നടത്തിയിട്ടില്ല എന്നും വെറും രക്ഷാധികാരി ആയി മാത്രമാണ് നിലനിന്നിരുന്നതെന്നുമുള്ള വാദവും നിലവിലുണ്ട്. എന്നിരുന്നാലും 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കാശ്മീരിൽ സംഘടിപ്പിച്ചതും അതിൻ്റെ തലവനായതും അദ്ദേഹമാണെന്ന് ബുദ്ധമത ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ബുദ്ധമത പ്രചാരകനായി മാറിയെങ്കിലും ചക്രവർത്തി എന്ന നിലയിൽ കനിഷ്കൻ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയുമായിരുന്നില്ല.
ഉസ്ബെക്കിസ്ഥാന്റെ അതിർത്തികൾ വരെ തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ചിട്ടും അന്നത്തെ പ്രധാന വ്യാപാര പാതയായ സിൽക്ക് റൂട്ട് നിയന്ത്രണത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിന് തടസ്സമായി നിന്നിരുന്നത് ഹാൻ സാമ്രാജ്യത്തിൻ്റെ സാമന്തനായ ബാൻയോങ്ങിൻ്റെ കീഴിലുള്ള ഖഷാക്കാർ പ്രവിശ്യയായിരുന്നു. തൻ്റെ പിതാമഹന്മാരെ തോൽപ്പിച്ച ബാൻചാവുവിൻ്റെ പുത്രനായ ബാൻയോങ്ങിനെ ഇതേ കാരണം കൊണ്ട് തറപറ്റിക്കാൻ കഴിയേണ്ടത് തൻ്റെ പൂർവികരോടുള്ള കടമയായി കൂടി കണ്ട കനിഷ്കൻ വലിയൊരു സൈന്യവുമായി ചൈനയ്ക്ക് ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ പിതാവിൻ്റെ അത്ര സൈനിക തന്ത്രജ്ഞനായിരുന്നില്ല പുത്രൻ ബാൻയാങ്. അതുമാത്രമല്ല, ഹാൻ ചക്രവർത്തിയുമായി ചെറിയ സൗന്ദര്യപ്പിണക്കത്തിലായിരുന്ന അദ്ദേഹത്തിന് ചക്രവർത്തിയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതുമില്ല. അതുമാത്രമല്ല, മറ്റൊരു കാരണം, കനിഷ്കനെ പിണക്കാനും കനിഷ്കനുമായി ഒരു യുദ്ധത്തിനുള്ള അവസ്ഥയിലുമായിരുന്നില്ല ഹാൻ രാജവംശം. ഈ ദുർബലമായ അവസ്ഥയിൽ ചില ചെറിയ പ്രതിരോധങ്ങൾക്ക് മാത്രം മുതിർന്ന് പരാജയം ഉറപ്പായപ്പോൾ ചൈനയിലെ മധ്യ ഭാഗങ്ങളിലേക്ക് ബാൻയാങ് പലായനം ചെയ്യുകയും ചെയ്തു. അതോടെ സിൽക്ക് റൂട്ടിൻ്റെ പ്രധാന പാതകൾ നിലനിൽക്കുന്ന കാഷ്കാർ, യാർഗട്ട്, കൊട്ടാൻ എന്നീ സമതല പ്രദേശങ്ങൾ മാത്രം തൻ്റെ കീഴിലാക്കി കനിഷ്കൻ ആ പടയോട്ടം അവസാനിപ്പിച്ചു. വലിയ വലിയ യുദ്ധങ്ങൾ കണ്ടുമടുത്ത അദ്ദേഹത്തിന് ഹാൻ രാജവംശവുമായി ഒരു വലിയ പോരിന് ശ്രമിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രകോപനങ്ങൾക്ക് മുതിരാതെ പിന്നീട് അദ്ദേഹം തൻ്റെ തലസ്ഥാനത്തേക്ക് തിരിച്ചു പോന്നു. കനിഷ്കൻ്റെ കാലത്ത് പിന്നീടൊരു സാമ്രാജ്യത്വ വികാസമുണ്ടായതായി ചരിത്ര രേഖകളില്ല. ഈ കനിഷ്ക കാലത്താണ് കുഷാൻ സാമ്രാജ്യം അതിൻ്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നത്. കല, സാംസ്കാരികം, സാഹിത്യം, വാസ്തു, വ്യവസായം, വാണിജ്യം, കൃഷി, നയതന്ത്രം എന്നുവേണ്ട ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും സാമ്രാജ്യം ഉന്നതിയിലായിരുന്നു. ആയുർവേദ ആചാര്യന്മാരായ ചരകനും സുശ്രുതനും കനിഷ്കൻ്റെ കൊട്ടാരത്തിലെ വൈദ്യശ്രേഷ്ഠന്മാരായിരുന്നു. ആയുർവേദത്തിൻ്റെ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഒരേട് കൂടിയായിരുന്നു കനിഷ്കാഭരണം. AD 150 കനിഷ്കൻ മരണപ്പെടുമ്പോൾ പടിഞ്ഞാറ് മധ്യേഷ്യ തൊട്ട് കിഴക്ക് ബംഗാൾ വരെയും വടക്ക് ചൈനയുടെ കാഷ്കാർ മുതൽ തെക്ക് ഉജ്ജയിൻ വരെയും വ്യാപിച്ചു കിടന്ന ഒരു മഹത്തായ സാമ്രാജ്യമായി മാറിയിരുന്നു കുഷാൻ രാജവംശം. ബൗദ്ധ പാരമ്പര്യമാണ് അധിനിവേശ ശക്തികളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് എന്ന ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ മുന്നയൊടിക്കുന്നതാണ് കനിഷ്കൻ്റെ ബൗദ്ധ ദർശനത്തിലൂന്നിയ മഹത്തായ വിപുലീകരിക്കപ്പെട്ട സാമ്രാജ്യം. അവസാന ചക്രവർത്തിയായ ഖിബു നന്ദയുടെ കാലം വരെ ഏകദേശം AD 305 വരെ കുഷാൻ സാമ്രാജ്യം നിലനിന്നിരുന്നു. ഹൈന്ദവ ദർശനം, ബൗദ്ധദർശനം, പാഴ്സി ദർശനം എന്നിവയ്ക്കെല്ലാം വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്ന കുഷാൻ രാജവംശത്തിൻ്റെ മധ്യകാലഘട്ടത്തിൻ്റെ 200 വർഷം അറിയപ്പെടുന്നത് തന്നെ സമാധാനത്തിൻ്റെ പാക്സ് കുഷാന എന്നാണ്. പടിഞ്ഞാറ് പേർഷ്യയുടെ പുതിയ ശക്തിയായി സസാനിയന്മാരും അവരുടെ ഉദയവും കിഴക്ക് ശക്തി പ്രാപിച്ച ഗുപ്ത സാമ്രാജ്യവും കുഷാൻ എന്ന മഹാസാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ആക്കം കൂട്ടി. എന്നാൽ ഇന്നും ചരിത്രത്തിൻ്റെ ഏടുകൾ പോലെ നിലനിൽക്കുന്ന കുഷാൻ സ്തൂപങ്ങൾ അതിൻ്റെ മുൻകാല പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതുന്നുണ്ട്.